എല്ലാവർക്കും ബെസ്റ്റ് ബെറ്റ് പി എസ് സി എന്ന ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് വിഷ്ണു. ഗോൾഡൻ റൂൾസ് എന്ന സീരീസിലെ രണ്ടാമത്തെ ക്ലാസ്സാണിത്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ഒന്നാമത്തെ റൂള് ഇതാണ്: രണ്ട് നൗണിനെ അല്ലെങ്കിൽ രണ്ട് പ്രോനൗണിനെ പ്രിപ്പോസിഷനോ പ്രിപ്പോസിഷൻ അടങ്ങിയ ഒരു കൂട്ടം വാക്കുകളോ, അതായത് പ്രിപ്പോസിഷണൽ ഫ്രേസോ. അപ്പോൾ രണ്ട് നൗണിനെ അല്ലെങ്കിൽ രണ്ട് പ്രോനൗണിനെ പ്രിപ്പോസിഷനോ അല്ലെങ്കിൽ പ്രിപ്പോസിഷൻ അടങ്ങിയ ഒരു കൂട്ടം വാക്കുകളോ കൊണ്ടോ ബന്ധിപ്പിക്കുകയാണെങ്കിൽ, അതിനെ കണക്ട് ചെയ്യുകയാണെങ്കിൽ, ആദ്യം വരുന്ന നൗണ് അല്ലെങ്കിൽ പ്രോനൗണ് അതിനെ നമ്മൾ സബ്ജക്റ്റായിട്ട് കണക്കാക്കണം. രണ്ടാമത് വരുന്ന, അതായത് പ്രിപ്പോസിഷന് ശേഷം വരുന്ന നൗണ് അല്ലെങ്കിൽ പ്രോനൗണ് ഓബ്ജക്റ്റായിട്ടായിരിക്കും കണക്കാക്കുന്നത്. ഒരു സെൻറ്റൻസിൽ ഓക്സിലറി വെർബ് അല്ലെങ്കിൽ മെയിൻ വെർബ് എപ്പോഴും സബ്ജക്റ്റിനനുസരിച്ച് വേണം എഴുതാൻ. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു കണ്ടീഷൻ, ഇങ്ങനെ ഒരു സെൻറ്റൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓക്സിലറി വെർബ് അല്ലെങ്കിൽ മെയിൻ വെർബ് എഴുതേണ്ടത് ആദ്യം പറഞ്ഞിരിക്കുന്ന നൗണ് അല്ലെങ്കിൽ പ്രോനൗണിന് അനുസരിച്ചായിരിക്കണം. ഒരു നൗണ് അല്ലെങ്കിൽ പ്രോനൗൺ ആദ്യം വരുന്നു, അതിനുശേഷം പ്രിപ്പോസിഷൻ അടങ്ങിയ ഒരു വേർഡോ ഒരു കൂട്ടം വാക്കുകളോ വരുന്നു. അതിനുശേഷം ഒരു നൗണോ പ്രോനൗണോ വരുന്നു. ഇങ്ങനെയുള്ള ഒരു സ്ട്രക്ചറിൽ സെന്റൻസ് വന്നു കഴിഞ്ഞാൽ ഇതിൽ ഈ പ്രിപ്പോസിഷന് മുന്നേ വരുന്ന ഈ ആദ്യം വരുന്ന നൗൺ അല്ലെങ്കിൽ പ്രോനൗൺ ഉണ്ടല്ലോ, ഇതിനെ നമ്മൾ സബ്ജക്റ്റ് ആയിട്ട് കണക്കാക്കും. ഈ പ്രിപ്പോസിഷന് ആദ്യം വരുന്ന നൗണ് അല്ലെങ്കിൽ പ്രോനൗണിനെ നമ്മൾ സബ്ജക്റ്റ് ആയിട്ട് കണക്കാക്കും. ഓക്സിലറി വെർബ് അല്ലെങ്കിൽ മെയിൻ വെർബ് ഈ സബ്ജക്റ്റിനനുസരിച്ച് വേണം എഴുതാൻ. അതായത് ഈ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഓക്സിലറി വെർബ് അല്ലെങ്കിൽ മെയിൻ വെർബ് സിംഗുലർ എഴുതണം. ഈ സബ്ജക്റ്റ് പ്ലൂറൽ ആണ് വരുന്നതെങ്കിൽ ഓക്സിലറി വെർബ് അല്ലെങ്കിൽ മെയിൻ വെർബ് പ്ലൂറൽ വേണം എഴുതാനായിട്ട്. ഈ പ്രിപ്പോസിഷന് ശേഷം വരുന്ന നൗണ് പ്രോനൗൺ ഉണ്ടല്ലോ, അതിനെ ഓബ്ജക്റ്റ് ആയിട്ടായിരിക്കും കണക്കാക്കുന്നത്. ഈ ഓബ്ജക്റ്റ് ആയിട്ട് കണക്കാക്കുന്നത് കൊണ്ട് നമ്മൾ ഈ ഓക്സിലറി വെർബ് അല്ലെങ്കിൽ മെയിൻ വെർബ് ഈ രണ്ടാമത്തെ ഈ നൗണ് അല്ലെങ്കിൽ പ്രോനൗൺ അനുസരിച്ച് എഴുതരുത്. ഓക്കെ, അപ്പോൾ എപ്പോഴും നമ്മൾ പ്രാധാന്യം കൊടുക്കാനുള്ളത് ഈ ഒന്നാമത് കിടക്കുന്ന നൗണ് അല്ലെങ്കിൽ പ്രോനൗണിനനുസരിച്ച് ആയിരിക്കണം. അപ്പോൾ പ്രിപ്പോസിഷൻ എന്ന് പറയുമ്പോൾ ഒരു വേർഡ് മാത്രം വരാം, പ്രിപ്പോസിഷൻ മാത്രം വരാം, അല്ലെങ്കിൽ പ്രിപ്പോസിഷൻ അടങ്ങിയ ഒരു കൂട്ടം വാക്കുകളായിരിക്കാം, പ്രിപ്പോസിഷണൽ ഫ്രേസ് ആയിരിക്കാം വരുന്നത്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആസ് വെൽ ആസ് വരാം, വിത്ത് വരാം, എലോങ് വിത്ത് വരാം, ടുഗദർ വിത്ത്, ഇൻ അഡീഷൻ ടു, ഇൻ ദ കമ്പനി ഓഫ്, അക്കമ്പനീഡ് ബൈ. ഈ വാക്കുകളിലെല്ലാം പ്രിപ്പോസിഷൻ അടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? ആസ് വെൽ ആസ്, വിത്ത്, എലോങ് വിത്ത്, ടുഗദർ വിത്ത്, ഇൻ അഡീഷൻ ടു, ഇൻ ദ കമ്പനി ഓഫ്, അക്കമ്പനീഡ് ബൈ. അപ്പോൾ ഈ പ്രിപ്പോസിഷൻ അടങ്ങിയ ഈ വാക്കുകൾ കൊണ്ട് രണ്ട് നൗണുകളെയോ രണ്ട് പ്രോനൗണുകളെയോ ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ ആദ്യം വരുന്ന നൗണ് അല്ലെങ്കിൽ പ്രോനൗണിനനുസരിച്ച് വേണം ഓക്സിലറി വെർബ് അല്ലെങ്കിൽ മെയിൻ വെർബ് എഴുതാനായിട്ട്. നിങ്ങൾക്ക് ഈ റോള് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ വ്യക്തമാവും. ഹി ടുഗദർ വിത്ത് ഹിസ് ഫ്രണ്ട്സ് ഡാഷ് ഗോയിങ് ടു ദി ടെമ്പിൾ. ഈസ് ആണോ ആറാണോ വരുന്നതെന്ന് നോക്കാം. ഇവിടെ നോക്കിയേ, ഹി എന്ന് പറയുന്ന പ്രോനൗൺ ഉണ്ട്, ഹിസ് ഫ്രണ്ട്സ് എന്ന് പറയുന്ന നൗൺ ഉണ്ട്. ഹി ഉണ്ട്, ഹിസ് ഫ്രണ്ട്സ് ഉണ്ട്. ഇതിനെ ബന്ധിപ്പിച്ചിരിക്കുന്നത് ടുഗദർ വിത്ത് എന്ന് പറയുന്ന ഈ പ്രിപ്പോസിഷണൽ ഫ്രേസ് ഉപയോഗിച്ചിട്ടാണ്. ഇവിടെ വിത്ത് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഉണ്ട്, ഇപ്പൊ ടുഗദർ വിത്ത് എന്ന് പറയുന്ന ആ പ്രിപ്പോസിഷൻ ഉപയോഗിച്ച് ഇതിനെ രണ്ടിനെയും ബന്ധിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താ പറഞ്ഞത്? ഒരു പ്രിപ്പോസിഷൻ ഉപയോഗിച്ച് ഇവിടെ ഒരു പ്രോനൗണിനെയും നൗണിനെയും ബന്ധിപ്പിക്കുകയാണെങ്കിൽ പ്രിപ്പോസിഷന് മുമ്പ് വരുന്ന നൗണ് അല്ലെങ്കിൽ പ്രോനൗണിനനുസരിച്ച് വേണം നിങ്ങൾ ഓക്സിലറി വെർബ് അല്ലെങ്കിൽ മെയിൻ വെർബ് എഴുതാനായിട്ട്. ഹി എന്ന് പറയുന്ന സിംഗുലർ ആയിട്ടുള്ള പ്രോനൗൺ ആണ്. അപ്പൊ ഹി എന്ന് പറയുന്നത് ഇവിടെ സിംഗുലർ ആണ്. അപ്പൊ ഇവിടെ വരേണ്ട ഓക്സിലറി വെർബ് എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. അപ്പൊ ഹിസ് ഫ്രണ്ട്സിനനുസരിച്ച് ഒരിക്കലും എഴുതരുത്. ഹീക്ക് അനുസരിച്ച് വേണം നിങ്ങൾ ഓക്സിലറി വെർബ് അല്ലെങ്കിൽ മെയിൻ വെർബ് എഴുതാനായിട്ട്. അപ്പൊ ഇവിടെ ഹി എന്ന് പറയുന്ന സിംഗുലർ ആയതുകൊണ്ട് ഓപ്ഷനിൽ നിന്ന് ഈസ് കൊണ്ട് ആറും ഉണ്ട്. ഈസ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്, ആർ എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്. അപ്പൊ നമ്മൾ എന്ത് എഴുതും? ഈസ് എന്ന് പറയുന്ന സിംഗുലർ ആയിരിക്കും ഇവിടെ എഴുതും. അപ്പൊ ഇവിടുത്തെ ആൻസർ ഈസ് ആണ്.
അപ്പൊ ഇവിടുത്തെ ആൻസർ എങ്ങനെയാണ് വരുന്നത്? ഹി ടുഗദർ വിത്ത് ഹിസ് ഫ്രണ്ട്സ് ഈസ് ഗോയിങ് ടു ടെമ്പിൾ എന്നാണ് വരുന്നത്. രണ്ടാമത്തെ ചോദ്യം നോക്കാം. ദി പ്രൈം മിനിസ്റ്റർ എലോങ് വിത്ത് ദി അതർ മിനിസ്റ്റേഴ്സ് ഡാഷ് ലെഫ്റ്റ് ഫോർ അമേരിക്ക എന്നാണ്. ഓപ്ഷനിൽ ഹാസും ഉണ്ട് ഹാവും ഉണ്ട്. ഇതിൽ ഏതാണ് വരുന്നതെന്ന് നോക്കാം. ഇവിടെ ദ പ്രൈം മിനിസ്റ്റർ എലോങ് വിത്ത് ദി അതർ മിനിസ്റ്റേഴ്സ് എന്നാണ് വന്നിരിക്കുന്നത്. അപ്പൊ ദ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്ന നൗണിനെയും ദി അതർ മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്ന നൗണിനെയും ഇവിടെ എലോങ് വിത്ത് കൊണ്ട് ബന്ധിപ്പിച്ചിരിക്കുകയാണ്, കണക്ട് ചെയ്തിരിക്കുകയാണ്. പ്രിപ്പോസിഷന് ആദ്യം വരുന്ന നൗണിനനുസരിച്ച് വേണം നമ്മളിവിടെ ഓക്സിലറി വെർബ് എഴുതാനായിട്ട്. അപ്പൊ ഇവിടെ ദ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് സിംഗുലർ നൗൺ അല്ലേ, ഒരാളെ കുറിച്ചല്ലേ പറയുന്നത്. അപ്പോഴിവിടെ ഹാസ് വരൂ ഹാവ് വരൂ എന്ന് ചോദിച്ചാൽ ഹാസ് സിംഗുലറിനും ഹാവ് പ്ലൂറലിനുമാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ ദ പ്രൈം മിനിസ്റ്റർ സിംഗുലർ ആയതുകൊണ്ട് നമുക്കിവിടെ ഹാസ് എഴുതാം. ദ പ്രൈം മിനിസ്റ്റർ എലോങ് വിത്ത് ദി അതർ മിനിസ്റ്റേഴ്സ് ഹാസ് ലെഫ്റ്റ് ഫോർ അമേരിക്ക എന്നാണ് വരുന്നത്. മൂന്നാമത്തെ ചോദ്യം നോക്കാം. ദ ചിൽഡ്രൻ എലോങ് വിത്ത് ദെയർ മദർ ഡാഷ് വാസ് അല്ലെങ്കിൽ വെയർ ബ്രോട്ട് ടു ദി പോലീസ് സ്റ്റേഷൻ എന്നാണ്. അപ്പോൾ ഇവിടെ എന്താണ്? ദ ചിൽഡ്രൻ എന്ന് പറയുന്ന നൗണുണ്ട്, എലോങ് വിത്ത് എന്ന് പറയുന്ന ഫ്രേസ് ഉണ്ട്, ദെയർ മദർ എന്ന് പറയുന്ന നൗണുണ്ട്. ഇവിടെ എലോങ് വിത്ത് ഉപയോഗിച്ച് ദ ചിൽഡ്രനെയും ദെയർ മദറിനെയും കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം നിങ്ങൾ ഓക്സിലറി വെർബ് ദി ചിൽഡ്രൻ അനുസരിച്ച് എഴുതുകയാണെങ്കിൽ വെയർ എന്ന് എഴുതും. കാരണം ചിൽഡ്രൻ എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്, കുട്ടികൾ പ്ലൂറൽ ഫോമാണ്. അതേപോലെ ദെയർ മദർ എന്നാണെങ്കിൽ ഇത് സിംഗുലർ നൗണാണ്. ദെയർ മദറിനനുസരിച്ച് എഴുതണമെങ്കിൽ നിങ്ങൾ ഇതിൽ സിംഗുലർ എഴുതണം. അപ്പോൾ ഇവിടെ എലോങ് വിത്ത് വെച്ച് കണക്ട് ചെയ്തിരിക്കുകയാണ് ദ ചിൽഡ്രനെയും ദെയർ മദറിനെയും. പക്ഷെ ഇവിടെ പ്രിപ്പോസിഷന് മുന്നേ കിടക്കുന്നത് ഏതാ? ദ ചിൽഡ്രൻ ആണ്. അപ്പോൾ ദ ചിൽഡ്രൻ അനുസരിച്ച് വേണം ഓക്സിലറി വെർബ് എഴുതാനായിട്ട്. അപ്പോൾ ചിൽഡ്രൻ എന്ന് പറയുന്നത് പ്ലൂറൽ ഫോമിലുള്ളതായതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ പ്ലൂറൽ ഫോമിലെ ഓക്സിലറി വെർബായ എന്ത് എഴുതണം? വെയർ എഴുതണം. അപ്പോൾ ഇവിടുത്തെ ആൻസർ എങ്ങനെയാണ്? ദ ചിൽഡ്രൻ എലോങ് വിത്ത് ദെയർ മദർ വെയർ ബ്രോട്ട് ടു ദി പോലീസ് സ്റ്റേഷൻ എന്നാണ് വരുന്നത്. ചൈൽഡ് എന്ന് പറഞ്ഞാൽ കുട്ടി, അത് സിംഗുലർ ആണ്. അതിന്റെ പ്ലൂറൽ ഫോം ആണ് ചിൽഡ്രൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ പ്ലൂറൽ ഓക്സിലറി വെർബ് നമ്മൾ എഴുതി. ദ കിങ് വിത്ത് ഓൾ ഹിസ് സൺസ് ഡാഷ് ത്രോൺ ഇൻ ദ ഡഞ്ചിയൻ. ഓപ്ഷൻ വാസ്, വെയർ, ഹാസ്, ഹാവ്. ഇതിലേതാണ് എഴുതാനുള്ളതെന്ന് നോക്കാം. അപ്പൊ ഈ ഒരു ചോദ്യം നല്ല ചോദ്യമാണ്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ്. അപ്പൊ എന്താണെന്ന് പറഞ്ഞുതരാം. ദ കിങ് വിത്ത് ഓൾ ഹിസ് സൺസ് ഡാഷ് ത്രോൺ ഇൻ ദ ഡഞ്ചിയൻ. അപ്പൊ ഇവിടെ ദ കിങ് എന്ന് പറയുന്ന നൗണുണ്ട്, വിത്ത് എന്ന പ്രിപ്പോസിഷൻ, ഓൾ ഹിസ് സൺസ് എന്ന് പറയുന്ന നൗണ്. അപ്പൊ ദ കിങ് ഓൾ ഹിസ് സൺസ് ഇതിനെ വിത്ത് എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിച്ച് കണക്ട് ചെയ്തിരിക്കുകയാണ്, ബന്ധിപ്പിച്ചിരിക്കുകയാണ്. പ്രിപ്പോസിഷൻ ഉപയോഗിച്ച് ബന്ധിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം ആദ്യത്തെ നൗണ് അല്ലെങ്കിൽ പ്രോനൗൺ അനുസരിച്ച് വേണം നിങ്ങൾ ഓക്സിലറി വെർബ് അല്ലെങ്കിൽ മെയിൻ വെർബ് എഴുതാനായിട്ട്. അപ്പോൾ ഇവിടുത്തെ കിങ് എന്ന് പറയുന്നത് സിംഗുലർ ആണല്ലോ. അപ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് സിംഗുലർ ആണ് എടുത്ത് എഴുതാനുള്ളത് എന്ന് മനസ്സിലായി. അപ്പോൾ ഇതിൽ വാസ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്, വെയർ എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്, അപ്പോൾ ഇത് വരത്തില്ല. ഹാസ് എന്ന് പറയുന്നത് സിംഗുലറിൻ്റെ കൂടെ വരെയാണ്, ഹാവ് എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്, അപ്പോൾ ഇതും വരത്തില്ല. അപ്പോൾ ഇത് രണ്ടും വരാൻ സാധ്യത കുറവാണ്. ഇനി വാസ്, ഹാസ് ഇതിൽ ഏതാണ് ഇവിടെ വരുന്നത് എന്ന് നോക്കാം. ഒരു സബ്ജക്റ്റ് വന്നു എന്ന് വിചാരിക്കുക. ഒരു സബ്ജക്റ്റ് വന്നു, അതിനുശേഷം ഈസ്, ആം, ആർ, വാസ്, വെയർ വരെയാണ്. ഒരു സബ്ജക്റ്റ് വന്നു, അതിനുശേഷം ഈസ്, ആം, ആർ, വാസ്, വെയർ വന്നു. ഓക്കെ, ആദ്യം സബ്ജക്റ്റ്, പിന്നെ ഈസ്, ആം, ആർ, വാസ്, വെയർ വന്നു. അതിനുശേഷം ഒരു V3 ഫോം വന്നു. അതിനുശേഷം എന്ത് വന്നു? ഒരു V3 ഫോം വന്നു. വേറൊന്നില് സബ്ജക്റ്റ് വന്നു, അതിനുശേഷം ഹാസ്, ഹാവ്, ഹാഡ് എന്നീ ഓക്സിലറി വെർബ് വന്നു. അതിനുശേഷം V3 ഫോം വന്നു. സബ്ജക്റ്റ് വന്നു, ഹാസ്, ഹാവ്, ഹാഡ് എന്നീ ഓക്സിലറി വന്നു. അതിനുശേഷം V3 ഫോം വന്നു. ഈ രണ്ട് ഫോർമാറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സബ്ജക്റ്റ് വന്നു, അതിനുശേഷം ഈസ്, ആം, ആർ, വാസ്, വെയർ
പ്ലസ് V3 ഫോം വന്നു. V3 ഫോം വന്നു കഴിഞ്ഞാൽ ഈ ആദ്യം കിടക്കുന്ന ഈ സബ്ജക്റ്റ് ഉണ്ടല്ലോ, ഇതായിരിക്കില്ല പ്രവൃത്തി ചെയ്യുന്നത്. ഈ സബ്ജക്റ്റ് അല്ല പ്രവൃത്തി ചെയ്യുന്നത്. അതായത് ഇത് സബ്ജക്റ്റ് അല്ല, ഒരു ഓബ്ജക്റ്റ് ആയിരിക്കും. ഒരു ഓബ്ജക്റ്റ് ആയിട്ട് കണക്കാക്കണം എന്നുള്ളതാണ്. അപ്പൊ തൽക്കാലത്തേക്ക് ഞാൻ ഓബ്ജക്റ്റ് എന്നൊന്നും പറയുന്നില്ല. നിങ്ങളുടെ എളുപ്പത്തിന് ഇതിനെ സബ്ജക്റ്റ് എന്ന് തന്നെ പറയാം. സബ്ജക്റ്റിന് ശേഷം ഈസ്, ആം, ആർ, വാസ്, വെയർ, അതിനുശേഷം ഒരു V3 ഫോം വന്നു കഴിഞ്ഞാൽ ഈ സബ്ജക്റ്റ് അല്ല പ്രവൃത്തി ചെയ്യുന്നത്, ഈ സബ്ജക്റ്റ് ആയിരിക്കില്ല പ്രവൃത്തി ചെയ്യുന്നത്. എന്നാൽ സബ്ജക്റ്റിന് ശേഷം ഹാസ്, ഹാവ്, ഹാഡ്, അതിനുശേഷം V3 ഫോം വന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഫോമാറ്റിൽ വന്നാൽ ഈ സബ്ജക്റ്റ് ആയിരിക്കും പ്രവൃത്തി ചെയ്യുന്നത്. ഇവിടെ ഈ സബ്ജക്റ്റ് അല്ല പ്രവൃത്തി ചെയ്യുന്നത്, ഇത് ആക്റ്റീവ് അല്ല. ഇവിടുത്തെ സബ്ജക്റ്റ് ആക്റ്റീവ് അല്ല, ഇത് പാസീവാണ്, ഒന്നും ചെയ്യാതിരിക്കുകയാണ്. എന്നാൽ ഇവിടെ എന്തായിരിക്കും? സബ്ജക്റ്റിന് ശേഷം ഹാസ്, ഹാവ്, ഹാഡ് വന്നു, അതിനുശേഷം V3 ഫോം വന്നു കഴിഞ്ഞാൽ ഈ സബ്ജക്റ്റ് ആയിരിക്കും പ്രവൃത്തി ചെയ്യുന്നത്. ഓക്കെ, ഇത് ആക്റ്റീവ് ആയിരിക്കും, ഇതായിരിക്കും പ്രവൃത്തി ചെയ്യുന്നത്. ഇവിടെ നോക്കിയേ, ദ കിങ് വിത്ത് ഓൾ ഹിസ് സൺസ് ഡാഷ് ത്രോൺ ഇൻ ദ ഡഞ്ചിൻ എന്നാണ്. ഇവിടെ രാജാവും രാജാവിന്റെ മക്കളും ചേർന്ന് ആരെയെങ്കിലും കാരാഗൃഹത്തിൽ അടച്ചതാണോ, അതോ രാജാവിനെയും രാജാവിന്റെ മക്കളെയും കാരാഗൃഹത്തിൽ അടയ്ക്കുകയാണോ ചെയ്തത്? ഇവിടെ ആരാ പ്രവൃത്തി ചെയ്തത്? ഇവിടെ ഒരിക്കലും രാജാവും രാജാവിന്റെ മക്കളുമല്ല പ്രവൃത്തി ചെയ്തത്, ഇവരെ കാരാഗൃഹത്തിൽ ഇടുകയാണ് ചെയ്തത്. അതായത് ഇവിടെ രാജാവും രാജാവിന്റെ മക്കളും എന്ത് ചെയ്തില്ല? പ്രവൃത്തി ചെയ്തില്ല. പകരം ഇവരെയാണ് കാരാഗൃഹത്തിൽ അടയ്ക്കുന്നത്. അതായത് ഇവർ ആക്റ്റീവ് അല്ല. അപ്പൊ ഇവർ ആക്റ്റീവ് അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഇത് എഴുതാൻ പറ്റത്തില്ല. ഇവർ ആക്റ്റീവ് അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഫോമാറ്റ് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇവിടെ ഇവർ പാസീവാണ്, ഇവരെയാണ് ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആരോ ഇവരെ എന്ത് ചെയ്തു? കാരാഗൃഹത്തിൽ അടച്ചു എന്ന് പറഞ്ഞാൽ പ്രവൃത്തി ചെയ്യാത്തത് കൊണ്ട് നമുക്ക് ഈ ഒരു ഫോമാറ്റ് മാത്രമേ ഇവിടെ ഉപയോഗിക്കാൻ പറ്റൂ. ഇവിടെ പാസീവ് ഫോമാറ്റിൽ വേണം നമ്മൾ എഴുതാനായിട്ട്. ഇവിടെ V3 ഫോം വന്നിട്ടുണ്ട്, ഇവിടെ V3 ഫോം ആൾറെഡി ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങൾ ഹാസോ, ഹാവോ, ഹാഡോ എഴുതുകയാണെങ്കിൽ ഇവർ പ്രവൃത്തി ചെയ്തു എന്നാവും. എന്നാൽ ഇവിടെ നിങ്ങൾ ഈസ്, ആം, ആർ, വാസ്, വെയർ ഇതിലേതെങ്കിലും ഒന്നാണ് എഴുതുന്നതെങ്കിൽ ഇവർ പ്രവൃത്തി ചെയ്തില്ല, ഇവരതിൻ്റെ ഫലം അനുഭവിച്ചു എന്നുള്ള അർത്ഥത്തിലായിരിക്കും വരുന്നത്. അപ്പൊ ഇവിടെ ഏതർത്ഥത്തിലാണ് വരുന്നത്? ഇവരെ യഥാർത്ഥത്തിൽ ഇവരെയാണ് കാരാഗൃഹത്തിൽ ഇടുന്നത്, ഇവരല്ല പ്രവൃത്തി ചെയ്യുന്നത്, ഇവരെ ആരോ കാരാഗൃഹത്തിൽ ഇടുകയാണ് ചെയ്തത്. ഓക്കെ, ആ അർത്ഥത്തിൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഹാസ് എഴുതാൻ പറ്റത്തില്ല. കാരണം ഹാസ് എഴുതി കഴിഞ്ഞാൽ, അപ്പോൾ ഇവിടെ കിങ് സിംഗുലർ ആണല്ലോ, അപ്പോൾ നമ്മളിവിടെ ഹാസ് എഴുതി കഴിഞ്ഞാൽ രാജാവ് ആരെയോ കാരാഗൃഹത്തിൽ ഇട്ടു എന്നുള്ള അർത്ഥം വരും. അങ്ങനെ വരത്തില്ല. ഇവിടെ രാജാവിനെയാണ് കാരാഗൃഹത്തിൽ ഇട്ടത്, രാജാവിനെയും രാജാവിൻ്റെ മക്കളെയുമാണ് കാരാഗൃഹത്തിൽ ഇട്ടത്. അപ്പോൾ നമുക്ക് എന്തേ എഴുതാൻ പറ്റൂ? ഇവിടെ വാസ് മാത്രമേ എഴുതാൻ പറ്റൂ. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താ വരുന്നത്? വാസ് ത്രോൺ ഇൻ ദ ഡഞ്ചിയൻ. വാസ് ത്രോൺ ഇൻ ദ ഡഞ്ചിൻ ആണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. റൂൾ നമ്പർ 2 എന്താണെന്ന് നോക്കാം. ഇൻഡെഫിനിറ്റീവ് പ്രൊനൗൺസിന്റെ കൂടെ ഇൻഡെഫിനിറ്റ് പ്രൊനൗൺ ഏതൊക്കെയാ? എവരി വൺ, എവരിബഡി, എവരിത്തിങ്, സംവൺ, സംബഡി, സംതിങ്, എനിവൺ, എനിബഡി, എനിത്തിങ്, നോ വൺ, നോബഡി, നത്തിങ്. അതായത് എവരി, അതിനുശേഷം വൺ വരാം, ബോഡി വരാം, തിങ് വരാം. എവരി വൺ, എവരിബഡി, എവരിത്തിങ്. സം വരാം, അതിനുശേഷം വൺ വരാം, ബോഡി വരാം, തിങ് വരാം. അതായത് സം വൺ, സംബഡി, സംതിങ്. എനി പ്ലസ് വൺ വരാം, ബോഡി വരാം, തിങ് വരാം. എനി വൺ, എനിബഡി, എനിത്തിങ്. നോയുടെ കൂടെ വൺ വരാം, ബോഡി വരാം, തിങ് വരാം. അതായത് നോ വൺ, നോബഡി, നത്തിങ്. ഇതിനെയാണ് നമ്മൾ ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസ് എന്ന് പറയുന്നത്. ഇവ ഒരു സെന്റൻസിന്റെ ആദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വെർബ്, സിംഗുലർ വെർബ് എഴുതണം. ഓക്സിലറി വെർബ് അല്ലെങ്കിൽ മെയിൻ വെർബ് എന്ത് ഫോമിലായിരിക്കണം? സിംഗുലർ ഫോമിലായിരിക്കണം. സിംഗുലർ വെർബ് എഴുതണം. എവരി വൺ, എവരിബഡി, എവരിത്തിങ്, സം വൺ, സംബഡി, സംതിങ്, എനി വൺ, എനിബഡി, എനിത്തിങ്, നോ വൺ, നോബഡി, നത്തിങ്. ഇവയ്ക്ക് ശേഷം നിങ്ങൾ സിംഗുലർ വെർബായിരിക്കണം എഴുതേണ്ടത്. എവരിബഡി ഡാഷ് ഹാസ് അല്ലെങ്കിൽ ഹാവ് പെയ്ഡ് ദി സെയിം എമൗണ്ട്.
ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസിന് ശേഷം സിംഗുലർ വെർബ് അല്ലെങ്കിൽ ഓക്സിലറി വെർബാണ് എഴുതാനുള്ളത്. ഇവിടെ എവരിബഡിയാണ് വന്നിരിക്കുന്നത്. ഹാസും ഉണ്ട്, ഹാവും ഉണ്ട്. അപ്പൊ ഇതിൽ ഏതാണ് സിംഗുലർ? ഹാസ് ആണ് സിംഗുലർ. അപ്പൊ ഇവിടെ എന്തെഴുതും? ഹാസ് എഴുതും. എവരിബഡി ഹാസ് പെയ്ഡ് ദ സെയിം എമൗണ്ട്. രണ്ടാമത്തെ ചോദ്യം നോക്കാം. സംബഡി ഡാഷ് ടു ബി ഹിയർ ടു ഗ്രീറ്റ് ദം എന്നാണ്. നീഡും ഉണ്ട്, നീഡ്സും ഉണ്ട്. സംബഡി എന്ന ഇൻഡെഫിനിറ്റ് പ്രൊനൗണിന് ശേഷം സിംഗുലർ വെർബ് വേണം എഴുതാനായിട്ട്. അപ്പോൾ ഇവിടെ നോക്കാം, നമുക്ക് നീഡും ഉണ്ട്, നീഡ്സും ഉണ്ട്. അപ്പം നീഡ് എന്ന് പറയുന്നതും V1 ഫോമാണ്, നീഡ്സ് എന്ന് പറയുന്നതും V1 ഫോമാണ്. V1 ഫോമിൻ്റെ കൂടെ എസ് ചേർന്ന് കഴിഞ്ഞാൽ അത് സിംഗുലർ ആയിരിക്കും. V1ൻ്റെ കൂടെ എസ് ചേർന്ന് കഴിഞ്ഞാൽ അത് സിംഗുലർ ആയിരിക്കും. V1 ഫോമിൻ്റെ കൂടെ എസ് ചേർന്നിട്ടില്ലെങ്കിൽ അത് പ്ലൂറൽ ഫോം ആയിരിക്കും. V1ൻ്റെ കൂടെ എസ് ചേർന്നിട്ടില്ലെങ്കിൽ അത് പ്ലൂറൽ ഫോമും V1ൻ്റെ കൂടെ എസ് ചേർന്ന് വന്നു കഴിഞ്ഞാൽ അത് സിംഗുലർ ഫോമും ആയിരിക്കും. അപ്പോൾ ഇവിടെ സംബഡിയാണ് വന്നിരിക്കുന്നത് അല്ലേ. നമുക്ക് വേണ്ടത് ഒരു സിംഗുലർ വെർബാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ V1 നീഡ് എന്ന് പറയുന്നത് പ്ലൂറൽ ഫോമാണ്, നീഡ്സ് എന്ന് പറയുന്നത് സിംഗുലർ ഫോമാണ്. അപ്പോൾ നമ്മൾ ഏത് ഫോം ആയിരിക്കും ഇവിടെ എഴുതേണ്ടത്? ഈ നീഡ്സ് എന്ന് പറയുന്ന സിംഗുലർ ഫോം ഇവിടെ എഴുതണം. അപ്പം നിങ്ങൾ ഇവിടെ ഓർത്തിരിക്കാനുള്ള പ്രധാന പോയിന്റ്, V1 വെർബിന്റെ ഒന്നാമത്തെ രൂപത്തിന്റെ കൂടെ എസ് ചേർന്ന് കഴിഞ്ഞാൽ അത് സിംഗുലർ ഫോമാണ്. വെർബിന്റെ ഒന്നാമത്തെ രൂപത്തിന്റെ കൂടെ എസ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് പ്ലൂറൽ ഫോം ആയിരിക്കും. അപ്പൊ നമുക്കിവിടെ നീഡ്സ് എന്ന് പറയുന്ന സിംഗുലർ ഫോം കിട്ടി. അപ്പോൾ സംബഡി നീഡ്സ് ടു ബി ഹിയർ ടു ഗ്രീറ്റ് ദം എന്നുള്ളതാണ് ആൻസർ. മൂന്നാമത്തെ ചോദ്യം നോക്കാം. എവരിബഡി ഡാഷ് ലൈക്ക് ലൈക്സ് ഐസ്ക്രീം എന്നാണ്. അപ്പം നമുക്കറിയാം എവരിബഡി ഇൻഡെഫിനിറ്റ് പ്രൊനൗൺ ആണ്. അപ്പോൾ ഇതിന് ശേഷം വരേണ്ടത് ഒരു സിംഗുലർ വെർബായിരിക്കും. ഇവിടെ ലൈക്കും ഉണ്ട്, ലൈക്സും ഉണ്ട്. ഈ ലൈക്ക് എന്ന് പറയുന്നതും V1 ഫോമാണ്, ലൈക്സ് എന്ന് പറയുന്നതും V1 ഫോമാണ്. അപ്പോൾ ലൈക്ക് എന്ന് പറയുന്ന വെർബിന്റെ ഒന്നാമത്തെ രൂപത്തിന്റെ കൂടെ എസ് ചേർന്നപ്പോൾ നമുക്ക് ലൈക്സ് എന്ന് കിട്ടി. ഇനി നോക്കാം, ഈ V1 ഫോമിന്റെ കൂടെ എസ് ചേർന്നിട്ടില്ലെങ്കിൽ നമുക്കതിനെ പ്ലൂറൽ ഫോം എന്ന് പറയാം. ഇവിടെ ലൈക്ക് V1 ഫോം, എസ് ചേർന്നിട്ടില്ല, അപ്പോൾ ഇത് പ്ലൂറൽ ഫോമാണ്. എന്നാൽ ഇവിടെ ഈ V1 ഫോമിന്റെ കൂടെ എസ് ചേർന്ന് വന്നു കഴിഞ്ഞാൽ അത് സിംഗുലർ ഫോം ആയിരിക്കും. അപ്പോൾ ഇവിടെ ലൈക്സ് എന്ന് വന്നിരിക്കുന്നത് സിംഗുലർ ഫോമാണ്. ഇവിടെ ലൈക്ക് എന്ന് പറയുന്നത് പ്ലൂറൽ ഫോമാണ്, ലൈക്സ് എന്ന് പറയുന്നത് സിംഗുലർ ഫോമാണ്. ഈ രണ്ട് ഫോമും V1 ഫോമാണ്. എവരിബഡിക്ക് ശേഷം നമ്മൾ എഴുതേണ്ടത് സിംഗുലർ വെർബാണ് എഴുതേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ലൈക്ക് എഴുതൂ, ലൈക്സ് എഴുതൂ. അപ്പോൾ എസ് ചേർന്ന ലൈക്സ് എഴുതണം. ഇതാണ് ഇവിടുത്തെ സിംഗുലർ ഫോം. അപ്പോൾ എവരിബഡി ലൈക്സ് ഐസ്ക്രീം എന്ന് വരും. നാലാമത്തെ ചോദ്യം, നോബഡി ഡാഷ് ദ ബുക്ക് എന്നാണ്. ഹാവ് ടേക്കൺ, ടേക്കൺ, ഈസ് ടേക്കൺ, ഹാസ് ടേക്കൺ. അപ്പം നോബഡിക്ക് ശേഷം നമ്മളെപ്പോഴും സിംഗുലർ വെർബ് അല്ലെങ്കിൽ ഓക്സിലറി വെർബ് വേണം എഴുതാനായിട്ട്. അപ്പം നോബഡിക്ക് ശേഷം സിംഗുലർ എഴുതണം. ഇവിടെ ഹാവ് ടേക്കൺ, അപ്പം അതുകൊണ്ട് എഴുതത്തില്ല, ഇത് പ്ലൂറൽ ഫോം അല്ലേ, ഇത് എഴുതില്ല. രണ്ടാമത്തത് ടേക്കൺ. ഈ ടേക്കൺ എന്ന് പറയുന്നത് V3 ഫോം. ഒരു V3 ഫോം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എഴുതില്ല, അതിന് തൊട്ട് മുന്നേ ഏതെങ്കിലും ഓക്സിലറി വെർബ് വരണം. ഇവിടെ അങ്ങനെ ഒരു ഫോം വന്നിട്ടില്ല, അപ്പോൾ ഈ ടേക്കൺ എന്ന് പറയുന്ന ഫോമും നമ്മളിവിടെ എഴുതില്ല. അടുത്ത ഫോം നോക്കിയേ, ഈസ് ടേക്കണും ഉണ്ട്, ഹാസ് ടേക്കണും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും സിംഗുലർ ഫോമാണ്. ഈസ് ടേക്കണും വരാം, ഹാസ് ടേക്കണും വരാം, രണ്ടും സിംഗുലർ ഫോമാണ്. എന്നാൽ നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നോബഡി ഡാഷ് ദ ബുക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ആരും എടുത്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പം നോബഡി, നമ്മൾ ഇതിനെ സബ്ജക്റ്റായിട്ട് നിങ്ങൾ കണക്കാക്കിയാൽ ഇതാണോ പ്രവൃത്തി ചെയ്യുന്നത് അതോ വേറെ ആരെങ്കിലും ആണോ പ്രവൃത്തി ചെയ്യുന്നത്? ആരും ബുക്ക് എടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഇവിടെ ഈ നോബഡിക്ക് തന്നെയാണ്, നോബഡിയെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. ഇവിടെ ആരും പ്രവൃത്തി ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഇവിടെ ഈ നോബഡിയെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച്, ഇതിൻ്റെ പ്രവൃത്തിയെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ നമ്മളിത് ആക്റ്റീവ് വോയിസിൽ എഴുതും. അപ്പം നമുക്കിവിടെ ആക്റ്റീവ് വോയിസ് ആണ് എഴുതാനുള്ളത്. സബ്ജക്റ്റ് ആക്റ്റീവ് വോയിസിലാണെങ്കിൽ നമ്മൾ ഏത് ഫോമിൽ എഴുതും? ഹാസ്, ഹാവ്, ഹാഡ് പ്ലസ് V3 ഫോം ആയിരിക്കും വരുന്നത്. എന്നാൽ സബ്ജക്റ്റ് പാസീവ് ഫോമിൽ വന്നാലോ ഈസ്, ആം, ആർ, വാസ്, വെയർ പ്ലസ് V3 ഫോമിൽ എഴുതും. അപ്പോൾ ഇത് പാസീവ് വോയിസ് ആണ്. അപ്പോൾ നമ്മളിവിടെ പാസീവ് വോയിസിൽ എഴുതേണ്ടതില്ല, നമ്മളിവിടെ ആക്റ്റീവ് വോയിസിലാണ് എഴുതാനുള്ളത്. അപ്പോൾ ആൻസർ ഹാസ് ടേക്കൺ എന്ന് വരും. ഹാസ് ടേക്കൺ. അടുത്ത നമുക്ക് റെസിപ്രോക്കൽ പ്രൊനൗൺസിനെ കുറിച്ച് പഠിക്കാം. ഈച്ച് അതർ, വൺ അനദർ, ഇതാണ് റെസിപ്രോക്കൽ പ്രൊനൗൺ. ഈച്ച് അതറും വൺ അനദറും. PSC പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് റെസിപ്രോക്കൽ പ്രൊനൗണിനെ കുറിച്ച്. അപ്പോൾ ഇതിൽ ഈച്ച് അതർ എന്ന് പറയുന്ന ഈ പ്രൊനൗൺ ഉണ്ടല്ലോ, ഇത് ടു പേഴ്സൺസ് ഓർ തിങ്സ്
രണ്ട് വ്യക്തികളെക്കുറിച്ചോ രണ്ട് വസ്തുക്കളെയോ കമ്പയർ ചെയ്യുമ്പോഴാണ് നമ്മൾ ഈച്ച് അതർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈച്ച് അതർ എന്ന് പറയുമ്പോൾ അതിൽ രണ്ട് വ്യക്തികൾ അല്ലെങ്കിൽ രണ്ട് വസ്തുക്കളെ ആയിരിക്കും കമ്പയർ ചെയ്യുന്നത്. എന്നാൽ വൺ അനദർ എന്ന് പറയുമ്പോൾ അവിടെ മോർ ദാൻ ടു പേഴ്സൺസ് ഓർ തിങ്സ് വരും. രണ്ടിൽ കൂടുതൽ വസ്തുക്കളെയോ വ്യക്തികളെയോ കമ്പയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ വ്യക്തികളെയോ വസ്തുക്കളെയോ കുറിച്ച് പറയുമ്പോൾ നമ്മൾ വൺ അനദർ ഉപയോഗിക്കും. അപ്പോൾ രണ്ട് വ്യക്തികളെയോ വസ്തുക്കളെയോ സൂചിപ്പിക്കുകയാണെങ്കിൽ ഈച്ച് അതറും, രണ്ടിൽ കൂടുതൽ വ്യക്തികളെയോ വസ്തുക്കളെയോ സൂചിപ്പിക്കുകയാണെങ്കിൽ വൺ അനദറും ഉപയോഗിക്കും. ഈച്ച് അതർ, വൺ അനദർ, ഇവ രണ്ടും എന്തിന് ഉദാഹരണമാണ്? റെസിപ്രോക്കൽ പ്രോനൗൺസിന് ഉദാഹരണമാണ്. ടു ക്യാറ്റ്സ് വെയർ ഫൈറ്റിംഗ് ഡാഷ്. ഈച്ച് അതറും ഉണ്ട്, വൺ അനദറും ഉണ്ട്. നമുക്ക് ഈ ചോദ്യം വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിൽ ടു ക്യാറ്റ്സ്, രണ്ട് പൂച്ചകൾ എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടു പേഴ്സൺസ് ഓർ ടു തിങ്സ്, രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഏതാ ഉപയോഗിക്കുന്നത്? ഈച്ച് അതർ ആണ് ഉപയോഗിക്കുന്നത്, അല്ലെ? ഈച്ച് അതർ. അപ്പോൾ ഈച്ച് അതർ എന്ന റെസിപ്രോക്കൽ പ്രോനൗൺ ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ടു ക്യാറ്റ്സ് വെയർ ഫൈറ്റിംഗ് ഈച്ച് അതർ. ഈച്ച് അതർ ആണ് ഇവിടുത്തെ ആൻസർ. രണ്ടാമത്തെ ചോദ്യം, ഓൾ ദി സ്റ്റുഡൻസ് ഓഫ് ദി ക്ലാസ് ഹെൽപ്പ് ഡാഷ്. ഓൾ ദി സ്റ്റുഡൻസ് ഓഫ് ദി ക്ലാസ് എന്ന് പറഞ്ഞാൽ ഓൾ, എല്ലാ സ്റ്റുഡൻസും എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ രണ്ടുപേരെ കുറിച്ചല്ല പറയുന്നത്, ഒരു ക്ലാസ്സിലെ മൊത്തത്തിലുള്ള സ്റ്റുഡൻസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായും അവിടെ രണ്ടിൽ കൂടുതൽ ആളുകളെ കുറിച്ചാണ് പറയുന്നത്, അല്ലേ? അപ്പോൾ രണ്ടിൽ കൂടുതൽ ആളുകളെ കുറിച്ച് പറയുന്നു എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് എന്ത് എഴുതാം? ഇവിടെ വൺ അനദർ എഴുതാം. വൺ അനദർ. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? വൺ അനദർ. ഹി വാസ് സോ അഫ്രൈഡ് ദാറ്റ് ഹിസ് നീസ് നോക്ക്ഡ് അഗെയിൻസ്റ്റ് ഡാഷ്. നീസ്, കാൽമുട്ട്. എത്ര കാൽമുട്ട് കാണും ഒരാൾക്ക്? രണ്ട് കാൽമുട്ട്, അല്ലെ? ഇവിടെ രണ്ട് വസ്തുക്കളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ രണ്ട് വസ്തുക്കളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന റെസിപ്രോക്കൽ പ്രോനൗൺ ഏതാണ്? ഇവിടെ ഈച്ച് അതർ ആണ്, അല്ലെ? അപ്പൊ ഇവിടുത്തെ ആൻസർ ഈച്ച് അതർ വരും. അപ്പൊ നീസ് രണ്ടുണ്ടായതുകൊണ്ടാണ് ഇവിടെ ഈച്ച് അതർ വന്നത്. ഗോൾഡൻ റൂളുമായി ബന്ധപ്പെട്ട ഈ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഒരു ക്ലാസ്സുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.